ദിവസവും 21 രൂപ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്നാൽ നിങ്ങൾക്കും ആരംഭിക്കാം ഡെയിലി SIP. എനിക്ക് ദിവസവും 5000 രൂപ അല്ലെങ്കിൽ 15000 രൂപ എന്നിങ്ങനെയുള്ള വലിയ എമൗണ്ടുകൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അതെനിക്കൊരു ബേർഡനായി തോന്നും എന്നിങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ദിവസവും 21 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്താൽ മെച്യൂരിറ്റി സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 12 ലക്ഷം രൂപ വരെ നേടാൻ സാധിക്കും. ദിവസേന നിങ്ങൾ 51 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മെച്യൂരിറ്റി സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 29 ലക്ഷം രൂപ വരെ റിട്ടേൺ ആയി നേടാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഒരു എൻറ്റയർ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റ്സും ഞാൻ വളരെ വ്യക്തമായി വായിക്കാറുണ്ട്. അത്തരത്തിൽ കണ്ട ഒരു കമന്റ് ആണ് SIPയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഡെയിലി SIP എങ്ങനെ ആരംഭിക്കാം എന്നൊരു കമന്റ് ഞാൻ കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ SIPനെ കുറിച്ച് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡെയിലി SIP എന്താണ്. നമ്മൾ സാധാരണ മന്ത്ലി SIP ചെയ്യാറുണ്ട്. മാസാമാസം ഒരു ലംസം എമൗണ്ട് ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മന്ത്ലി SIP നോർമൽ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ഡെയിലി SIP വ്യത്യസ്തമായിരിക്കുന്നത്? ഡെയിലി SIPയിലൂടെ നമുക്ക് ഓരോ ദിവസവും ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പല ആപ്പിലും നമുക്ക് 10 രൂപ മുതൽ ഡെയിലി SIP ആരംഭിക്കാൻ കഴിയുമെന്ന് നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 21 രൂപയ്ക്ക് എങ്ങനെ ഡെയിലി SIP ആരംഭിക്കാം. പലർക്കും പലതരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു വലിയ എമൗണ്ട് അവർക്ക് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഡെയിലി ഓട്ടോ ഡെബിറ്റ് ആയി ഒരു ചെറിയ എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കില്ല. പക്ഷേ ഫ്യൂച്ചറിൽ അത് നമുക്കൊരു വലിയ ബെനിഫിറ്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഡെയിലി ഓട്ടോ ഡെബിറ്റ് ആയി ഒരു ചെറിയ എമൗണ്ട് പോകുമ്പോൾ അത് മാനേജ് ചെയ്യാനും വളരെ എളുപ്പമായി മാറുന്നു. ഉദാഹരണത്തിന് സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, ഓല, ഊബർ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ചെറിയ ഇൻകം ഉള്ള ആളുകൾ, അതുമാത്രമല്ല ലോവർ മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾ എന്നിങ്ങനെയുള്ള ചെറിയ ജോലി ചെയ്ത് ചെറിയ വരുമാനം വാങ്ങുന്ന ആളുകൾക്ക് പോലും ഡെയിലി SIP ആരംഭിക്കാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ചെറിയ പോക്കറ്റ് മണി ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി SIP ആരംഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഒരു ഇമ്പോർട്ടന്റ് ടിപ്പാണ്, നിങ്ങൾ ഡെയിലി ചിലവാക്കുന്ന ആ ഒരു തുകയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി SIPക്ക് വേണ്ടിയുള്ള ആ ഒരു ചെറിയ എമൗണ്ട് മാറ്റിവെക്കാൻ സാധിക്കും. സ്നാക്സ്, ട്രാവൽ എക്സ്പെൻസ്, ഓട്ടോ കാശ് എന്നിങ്ങനെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ തുക മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഫ്യൂച്ചറിൽ ഒരു വലിയ ബെനിഫിറ്റ് ആയി മാറുന്നു. നിങ്ങൾ സേവിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ FDയിലോ നിങ്ങൾ ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വലിയൊരു ഗ്രോത്ത് ലഭിക്കില്ല. പക്ഷെ നിങ്ങൾ SIPയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ വലിയൊരു റിട്ടേൺ ആണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡെയിലി SIP എല്ലാ ആപ്പിലും ലഭ്യമല്ല. Paytm ആപ്പിൽ മന്ത്ലി SIP മാത്രമാണ് ഉള്ളത്. ഡെയിലി SIP ഓപ്ഷൻ അവൈലബിൾ ആയുള്ളത് Paytm മണി ആപ്പിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും വന്നിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ് മന്ത്ലി SIP അതുപോലെ തന്നെ ഡെയിലി SIP തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ റെഗുലർ മ്യൂച്വൽ ഫണ്ടും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നൽകുന്ന ആ ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ ഇവിടെ കൂടുതലായിരിക്കും. ഏകദേശം 1.4% വരെ എക്സ്പെൻസ് റേഷ്യോ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഏകദേശം 0.7% ആണ് ഇവിടെ എക്സ്പെൻസ് റേഷ്യോ ആയി വരുന്നത്. അതായത് കമ്മീഷൻ ഹാഫ് ആയി കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ചെറിയ ഡിഫറൻസ് ആയി തോന്നാം. പക്ഷേ ലോങ് ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു വലിയ ഹ്യൂജ് ഇമ്പാക്ട് ആയി മാറുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു തുക 10 ലക്ഷമോ 15 ലക്ഷമോ ആവുകയാണെങ്കിൽ 1% പോലും അതൊരു വലിയ എമൗണ്ട് ആയി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡെയിലി SIP ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ്
പേടിഎം മണി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മ്യൂച്വൽ ഫണ്ട് സെക്ഷൻ ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സെക്ഷൻ ഓപ്പൺ ആക്കുമ്പോൾ ICICI, HDFC, ആക്സിസ് തുടങ്ങിയ ഫണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഫണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അനുയോജ്യമായ ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. 21, 51, 100, 200 എന്നിങ്ങനെയുള്ള പല ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എത്ര രൂപയാണ് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് OTP സെറ്റ് ചെയ്യുക എന്നത്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എത്ര രൂപയാണ് ചൂസ് ചെയ്തത് ആ ഒരു എമൗണ്ട് ഓട്ടോ ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു തുക നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമായിരിക്കും ഈ ഒരു 12 ലക്ഷവും 30 ലക്ഷവും ഒക്കെ എപ്പോഴാണ് ലഭിക്കുക എന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. നമുക്ക് SIP കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഓരോ എമൗണ്ടും ഇട്ട് എത്ര രൂപയാണ് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പ്രതിമാസം വെറും 595 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാവുന്നതാണ്. 1 കോടി രൂപയുടെ കവറേജ് നിങ്ങൾക്ക് ഇതിലൂടെ നേടാൻ സാധിക്കും. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. അതുപോലെ തന്നെ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം സെറ്റിൽമെന്റും നടത്തുന്നു. ആദ്യ വർഷ പ്രീമിയത്തിൽ 15% വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ 12 രൂപ ഡെയിലി നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% റിട്ടേൺ ആണ് ലഭിക്കുന്നത്. നിങ്ങൾ 25 വർഷത്തേക്കാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചതെന്ന് കരുതുക. ടോട്ടൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം 1.9 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് റിട്ടേൺ ആയി ലഭിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് ഏകദേശം 12 ലക്ഷം രൂപയോളം ആ ഒരു 25 വർഷത്തെ ടൈം പീരീഡിന് ശേഷം ഡെയിലി SIPയിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾ ഡെയിലി 51 രൂപ വീതമാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം 4.6 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് റിട്ടേൺ ആയി ലഭിക്കുന്നത് 24 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായി ഏകദേശം 29 ലക്ഷം രൂപ റിട്ടേൺ ആയി നേടാൻ സാധിക്കും. നിങ്ങൾ ഇനി 100 രൂപയാണ് ഡെയിലി SIPയിലൂടെ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. നിങ്ങൾ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തത് 9 ലക്ഷം രൂപ വരെയാണ്. നിങ്ങൾ ഈ ഒരു 100 രൂപ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെച്യൂരിറ്റി ടൈമിൽ ഏകദേശം 58 ലക്ഷം രൂപയോളം നേടാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾ 200 രൂപയാണ് ഡെയിലി SIPയിലൂടെ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് 18 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് റിട്ടേൺ ആയി ലഭിക്കുന്നത് ഏകദേശം 97 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 1 കോടി രൂപ റിട്ടേൺ ആയി നേടാൻ സാധിക്കും. വെറും 200 രൂപ നിങ്ങൾ ഡെയിലി നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ വരെ SIPയിലൂടെ നേടാൻ സാധിക്കും. നിങ്ങൾ ഡെയിലി SIPയിലൂടെ ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് റിട്ടേൺ ആയി നേടാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ മാരേജിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോളിന് വേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഡെയിലി SIP അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആ ഒരു തുക ഉപയോഗിച്ച് സന്തോഷമായി ജീവിക്കാൻ സാധിക്കും. 100 രൂപയാണ് നിങ്ങൾ ഡെയിലി SIPയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ 200 രൂപ നിങ്ങൾ ഡെയിലി SIPയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ വരെ റിട്ടേൺ നേടാൻ സാധിക്കും. ഇൻ കേസ് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയാലും ലോങ് ടേമിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും. ഡെയിലി SIP സേഫ് ആണ്, അതുപോലെ തന്നെ സ്മാർട്ട് സ്ട്രാറ്റജി ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. 21 രൂപ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഡെയിലി SIP ആരംഭിക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ 51 രൂപ നിക്ഷേപിച്ചാൽ നമുക്ക് എത്ര രൂപ റിട്ടേൺ ലഭിക്കും, അതുപോലെ തന്നെ 100 രൂപ നിക്ഷേപിച്ച് ഡെയിലി SIPയിലൂടെ 50 ലക്ഷം രൂപ എങ്ങനെ നേടാം, 200 രൂപ നിക്ഷേപിച്ച് ഡെയിലി SIPയിലൂടെ ഏകദേശം 1 കോടി രൂപ എങ്ങനെ നേടാം എന്നിങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വീഡിയോയുടെ കമന്റിൽ ഡെയിലി SIP വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ആ ഒരു വ്യക്തിക്കും ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസും ചെയ്യാം. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല,
Be the boss.